എന്തായിരുന്നു കമന്റ് പറഞ്ഞേ? ഒരു വയസ്സുകാരന്റെ ബർത്ത്ഡേ പോലാണല്ലോ ആഘോഷിക്കുന്നത്. ഫസ്റ്റ് ബർത്ത്ഡേ പോലെ. വേറൊന്നും ചെയ്തില്ല, നിങ്ങോട് വരരുത് പറഞ്ഞിട്ട്. ഇങ്ങോട്ട് ആരാ വരാൻ പറഞ്ഞത്? അയ്യോ. ഹലോ, ഇച്ചാൻ ഓൾറെഡി വന്നു. ഫുഡൊന്നും ആയില്ല. ലൂക്കാച്ചൻ നല്ല സഹകരണമായിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് എല്ലാം കൂടി അങ്ങ് ചെയ്തു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ്. ഇത് റെഡ് പസാത്തയുടെ റെഡ് സോസ്, ഇത് വൈറ്റ്. ഇതിനകത്ത് നമ്മൾ ചീസും പാലും ബട്ടറും ആണ്. പിന്നെ സുക്കീനി കട്ട് ചെയ്തത്, നമ്മുടെ ബ്രിഞ്ചോൾ കട്ട്, മറ്റേ ലസാനിയ ഷീറ്റ്സ്. ഇത് ലാസ്റ്റ് ഗ്രേറ്റ് ചെയ്തിടാനുള്ള ചീസ്, പർമിജാനോ ചീസ്. ഓക്കെ, പർമിജാനോ. ഓക്കെ, നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ലസാനിയൻ്റെ ഷീറ്റ് ഇടും. അതിന് ശേഷം നമ്മൾ ലസാനിയയുടെ ഷീറ്റ് ഇട്ടിട്ട് തിരിച്ച് കാണിക്കാൻ ക്യാമറ. ലസാനിയയുടെ ഷീറ്റ് ഇട്ടിട്ട് നമ്മൾ റെഡ് സോസ് എടുത്തിടാം. ഓക്കെ, ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഇതിനെ അടുപ്പിച്ച് വെക്കട്ടെ, പണി നടക്കത്തില്ല. ഓക്കെ, ഇനി നമ്മൾ റെഡ് സോസ് അങ്ങോട്ടേക്ക് ഇടുന്നു. ഓക്കെ, ലൂക്കാച്ചൻ ഇച്ചായ ഉറക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, റെഡ് സോസ് ഇട്ടു. ഇനി നമുക്ക് ഓരോന്നോരോന്ന് ഇട്ടിടാം. ഇത് മറ്റേ ബ്രിഞ്ചോൾ നമ്മളിങ്ങനെ ഒരു ലെയർ വെക്കുന്നു. കറക്റ്റൊന്നുമല്ല. ഓക്കെ, ബ്രിഞ്ചോൾ ഒരു ലെയർ വെച്ചു. ഇനി നമ്മൾ സുക്കിനി ഒരു ലെയർ വെക്കുന്നു. ഇത് ഭയങ്കര വലിയ പീസാണ്, അത് മാറ്റട്ടെ. ചെറിയ ചെറിയ പീസ് എടുക്കും. ഇതായി വരണ്ടേ. പിന്നെ വെജിറ്റബിൾസ് ഹാഫ് ബോയിൽഡ് ആയാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞ മാതിരി തന്നെ അതിനകത്ത് പൊട്ടറ്റോ ഉള്ളതുകൊണ്ട് ഞാനത് പിന്നെ മാറ്റി, എന്നിട്ട് പിന്നെ ഞാൻ ഈ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ സുക്കിനിയുടെ ഒരു ലെയറും കൂടെ വെച്ചു. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചീസ് ഇടാം. ചീസ് വരാൻ ഭയങ്കര പാടാണ്. നമ്മൾ ചീസിൻ്റെ ഒരു ലെയർ ഇടുന്നു. ഓക്കെ, രണ്ടും ഉണ്ട്. അതിനിടയ്ക്ക് കിച്ചാൻ എൻ്റെ അടുത്ത് ചോദിച്ചാണ്, സുക്കീനി അല്ലല്ലോ മെനൽസാനല്ലേ എന്ന്. ഞാൻ പറഞ്ഞാൽ രണ്ടും ഉണ്ടെന്ന്. രണ്ടും കൂടി ചേർത്താണ്. നമുക്ക് ഇച്ചിരി വലിച്ച് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാസ്ത ഷീറ്റ് ഇടാം. ഓക്കെ, നമ്മൾ അടുത്ത പാസ്ത ഷീറ്റ് ഇട്ടു. വീണ്ടും സെയിം പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ ഇനി ഞാനിത് മൊത്തം ചെയ്തിട്ട് കാണിക്കാം. ലസാന്യ ഞാനതെല്ലാം കൂടെ ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, ഓവനകത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ലേറ്റായി, കൊണ്ട് പെട്ടെന്ന് ചെയ്ത് വെച്ചു. ആ കബോർഡൊന്ന് അടയ്ക്കുമോ? ഞങ്ങൾ കേക്ക് ഉണ്ടാക്കിയ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം നല്ല ലേറ്റായിരുന്നു. കത്തിക്കുണ്ടായോ? കേക്ക് മുറിക്കാൻ വേണ്ടി ഞാൻ കത്തി വരെ വലിയ കത്തി കൊണ്ടുവന്നേക്കുന്നത്, മുറിഞ്ഞു വരണല്ലോ. ചെറുതായിട്ട്
അല്ല മിനു ഫോൺ ഉണ്ടായില്ലേ? ഇച്ചേ ലൂക്കാച്ചനെ കൂടെ പിടിച്ചു വെച്ചേ. അയ്യോ കോപ്പിറൈറ്റ് വരും. വേണ്ട വേണ്ട, ഞാൻ പാടിക്കോളാം. കോപ്പിറൈറ്റ് വരും. യൂട്യൂബിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ട്. അപ്പനും മോനും കൂടെ പോയിട്ട് കട്ട് ചെയ്തു. 1 2 3 start. Happy birthday to you. Happy birthday to you. wish dear. Happy birthday dear. നല്ലിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ചായ. ഹാപ്പി ബർത്ത്ഡേ ടു യു. May the good God bless you. May the good God bless you, dear. Happy birthday to you. കഴിച്ചാൽ ഏറ്റവും നല്ല കേക്ക് ഇതാന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. ഇങ്ങനെയൊക്കെ തന്നെ എല്ലാം പറഞ്ഞത്. എന്തുവാണ് എന്റെ കേക്കിന്റെ റിയാക്ഷൻ ആയിരുന്നു അത്. ഈ ചായന് എന്റെ ഗിഫ്റ്റ് ഈ പരിസരങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലാദ്യത്തിന്റെ ക്ലൂ ഉറക്കെ വായിക്കണേ. ക്ലൂ എന്നാന്ന് ഉറക്കെ വായിക്കണം. നമ്മുടെ ഫസ്റ്റ് അസറ്റ്. ഞാനിവിടെ പുറകിലിരിപ്പോട്ട് എന്നെ കണ്ടുപിടിക്കാൻ കാരണത്ത് അറിയും. അതെ പുറകിലിരിപ്പുണ്ടെന്ന് തന്നെ മനസ്സിലായത്. കറണ്ട് കീ എടുക്കാം. കറണ്ട് കീ എടുത്തോട്ടരാ. കറണ്ട് കീ പുറത്തു. ഞങ്ങളുടെ ക്യാമറമാൻ സെജിൻ വന്നിട്ടുണ്ട്. സെജിനാണ് ക്യാമറമാൻ. അയ്യത് നോക്കാനോ. മഴ പെയ്യുന്നുണ്ട് ഇവിടെ. താക്കോൽ വീഴല്ലേ. നിന്റെ അകത്ത് നിന്നാ മതി കേട്ടോ. ഞാനിവിടെ പുറകിൽ ഇരിപ്പുണ്ട്. ആള് പുറകിൽ പോയി കറക്റ്റ് നോക്കിയിട്ടുണ്ട്. എന്റെ ഫ്ലാഷ് വർക്ക് ചെയ്യുന്നില്ല. പപ്പ ഗിഫ്റ്റ് എടുത്തോ? ഗിഫ്റ്റ് മൊത്തം എടുത്തിട്ട് നമുക്ക് വണ്ടി കൂട്ടിയില്ലടാ. ഓക്കെ വണ്ടി ഒന്ന് കൂട്ടിയിട്ട് ചിഞ്ചുവിന് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ഞാൻ ചിഞ്ചുവിന്റെ ഫേവറേറ്റ് പ്ലേസിൽ ഇരിപ്പുണ്ട്. വേഗം വന്ന് കണ്ടുപിടിച്ചെടുത്തോ. ഈ വീട്ടിനകത്താണോ? ഫേവറേറ്റ് പ്ലേസ് വീടിനകത്ത് ഫേവറേറ്റ് പ്ലേസ് കാട്ടില് അല്ല. കസേര വാലടിച്ചോ. വീടിനകത്ത് ഫേവറേറ്റ് പ്ലേസ് ആണോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോ എടുക്കാണ്. അലമാരി. സെജിന്റെ അടുത്തേക്ക് പോണെന്ന് പറഞ്ഞോണ്ടിരിക്കും. വേണ്ട വേണ്ട വീട് ഇവിടെ ഇവിടെ ആ കറക്റ്റ് കണ്ടുപിടിച്ചോ. കണ്ടുപിടിച്ചു. കറക്റ്റാ സത്യം. ആദ്യത്തെ തുറന്നില്ല. തുറന്നില്ല. തുറക്കല അവസാനം തുറക്കാം. അമ്മ വേണോ? ഞാൻ നിങ്ങളുടെ നൈബേഴ്സിന്റെ വീട്ടിലുണ്ട്. എന്നെ കണ്ടുപിടിക്കാൻ അവിടെ എവിടാന്ന് പറയാ.
ഞാൻ പെരേന്ന് അടിക്കാത്തോണ്ട് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. കത്താനെടുത്ത് തന്നെയാണോ? ഞാനല്ലേ കത്താനെടുത്ത് തന്നെ. അവിടെ വെച്ച് ഇനി എന്തായാലും ക്ലൂ ഇല്ല. എന്തായാലും രക്ഷപ്പെട്ടു. ഇനി ഉണ്ടല്ലോ. ഞാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത സ്ഥലത്ത് ചോദിച്ചിട്ടായിരിക്കും. അവിടെ അലങ്കോലമായിട്ടിരിക്കുക. എല്ലാരും എവിടാ കണ്ടുപിടിച്ചു? തീർന്നില്ലേ അവിടെ? ഇല്ല, ഞാൻ ഇനിയുണ്ട്. അവസാനത്തെ ടിഷ്യൂ പേപ്പർ പേരിന്റെ ഗാർഡനിലുണ്ട്. പോരെ. എവിടെ ഇരിക്കുന്നു? അവിടെ ഒന്നും ഇരിക്കുന്നില്ല. പോട്ടെ പോട്ടെ. ഇവിടെ ഈ ലൈറ്റ് കത്ത് വരുന്നല്ലോ. കൊണ്ടുവച്ച് സാധനം എടുക്കാനാ പറഞ്ഞത്. പോയി നോക്ക്. മിന്നു ഞാനൊരു ക്ലൂ തരാം. അതൊരു ചെടിയാ. ദാ പോട്ടെ പോട്ടെ. അതല്ലേ അതല്ല വിറ്റതല്ല കേട്ടോ. ഇതിന്റെ ഫ്രണ്ട് എന്നിട്ട് നോക്കൂ ഇതെവിടെയാന്ന്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഓക്കെ, ഇനി ഓപ്പൺ ചെയ്തോ. ഓക്കെ, ഞാൻ ചോദിക്കേ എന്ത് ഗിഫ്റ്റ് എന്താന്ന് ചോദിക്കട്ടെ. ഇത് കാർഡ് കണ്ടുപിടിച്ചു. ഓക്കെ, കാർഡ് കറക്റ്റ്. മാറ്റിക്കോ. അത് ഞാൻ എപ്പോഴും കാർഡ് വെക്കുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടുപിടിക്കത്തില്ല, അത് ഉറപ്പാ. പിച്ചച്ചട്ടി. നന്ദി മാത്രമല്ലേ? നന്ദി സ്മരണ, അത് മാത്രമേ ഉള്ളൂ. നന്ദി മാത്രമേ ഉള്ളൂ. ഹാപ്പി ബർത്ത്ഡേ. വിത്ത് എഴുത്തൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും കാണിക്കണ്ട. ഇത് എനിക്ക് അറിയാവുന്നതായിരുന്നു. അതെ, പേഴ്സ് വാങ്ങിക്കുന്നതാ. പക്ഷെ എന്നാന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുന്നവയ്ക്ക് പേഴ്സ് വാങ്ങിച്ചിട്ടേ വരത്തുള്ളൂ. എന്നോ തുറന്നു നോക്കിയേ നിങ്ങൾ പറഞ്ഞേ ഉദ്ദേശിച്ച്. ഇത് അത് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനമാണ്. ഇത് നമ്മുടെ ഈ താടി കറുപ്പിക്കുന്ന സാധനം. അല്ല അല്ല, കറക്റ്റ് പറഞ്ഞാലേ തുറക്കാൻ പറ്റത്തുള്ളൂ. ഇത് ആഫ്റ്റർ ഷേവ് അല്ല അല്ല, ഇതായിരിക്കും. പേര് പറ. എന്റെ പേരെന്താണ്? ഈ കുട്ടിയിടുന്നതിന് പുട്ടിയിടുന്നതിന് പേര് പറ. നല്ല നല്ല പേര്. അത് തന്നെ, ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ. അയ്യോ, ശരിക്കും ഫൗണ്ടേഷൻ ആണ് ഇയാളിനെ എടുത്തിട്ട് ഇടുന്ന എനിക്കിഷ്ടം. എനിക്കായിട്ട് വാങ്ങിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. സാരമില്ല, ഇത് ഞാൻ ബാമും പ്രൈമറും ഫൗണ്ടേഷനും അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നായിരിക്കും? തുറക്കരുത് പറ. ഫോട്ടോ ഫ്രെയിം. ഫോട്ടോ പ്രിന്റ് ചെയ്ത് വെക്കണം. അതിനുള്ള കാശ് ശരിക്കില്ലായിരുന്നു. ഫോട്ടോ വെച്ചില്ല, ഫ്രെയിം മാത്രമേ ഉള്ളൂ. ഫോട്ടോ ഇല്ല, ഫോട്ടോ വെക്കണം.
എടാ എന്റെ എന്താണ്ട് സാധനമാണത്, എനിക്കറിയില്ല എന്താന്ന്. ഫോട്ടോ ഫ്രെയിം ഫോട്ടോ ഫ്രെയിം. ഏ ഫോട്ടോ ഉണ്ടാക്കി എടുത്ത് വെക്കണം. നമ്മൾ ഓണത്തിന് സെജിന് എടുത്ത ഫോട്ടോ ഇടാം. അതിന് ഫോട്ടോ അയച്ചു തരണമല്ലോ. ഞാൻ കുറച്ചൊക്കെ ഞങ്ങൾക്ക് കുത്തിയിരുന്ന അയച്ചാൽ ആ ഒരു മിനിറ്റ്, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നോ? സർപ്രൈസ് ആയിരുന്നു. അതല്ല, ഈ പൂവിന്റെ ഫ്രണ്ട് ചെന്നിട്ട് നോക്കുവാണേ. അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ മൊത്തം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ പുത്രനപ്പുറയുണ്ട്.